അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അമൃതം പൊടി കൊണ്ട് നമ്മളിന്ന് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ വഴിയിൽ നിന്ന് അമൃതം പൊടി ലഭിക്കും. പോഷക ഗുണങ്ങളുള്ള അമൃതം പൊടിയാണത്. അത് നമ്മൾ വീട്ടിൽ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴപ്പത്തിലിരിക്കരുത്. നമുക്ക് അത് വെച്ച് നല്ല സൂപ്പർ കേക്ക് തയ്യാറാക്കാം. ആദ്യമായി തന്നെ നമുക്ക് അമൃതം പൊടി എടുക്കാം. അത് ഞാനിവിടെ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് ആ അളവ് ഓർമ്മിച്ച് വെക്കണം. ഇപ്പോൾ ഞാനിവിടെ ചെറിയ പാത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു അളവ് പാത്രമോ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്, ഗ്ലാസ്സിലായാലും എടുക്കാം. ഇതാ, ഇനി നമുക്കതിനെ ചല്ലടയിൽ വെച്ചിട്ട് ചലിച്ചെടുക്കണം. നമുക്കത് 3 തവണയായിട്ട് ചലിച്ചെടുക്കാം. നന്നായിട്ട് നന്നായിട്ട് അരിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി ചേർത്തിട്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് ചലിച്ചെടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി ചലിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ചലിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മിക്സി ജാറിലേക്ക് പഞ്ചസാര ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നേരത്തെ നമ്മൾ അമൃതം പൊടി എടുത്തതിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത്. അമൃതം പൊടിയിൽ ആവശ്യത്തിന് പഞ്ചസാരയുണ്ട്, അതുകൊണ്ട് കൂടി പോകണ്ട. ഇനി അതിലേക്ക് 2 ഏലക്കായ കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായി അടിച്ചെടുക്കണം. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മൾ എത്രയാണ് അമൃതം പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഓയിൽ ചേർക്കേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമൃതം പൊടി എത്ര എടുക്കുന്നത് നമ്മൾ ഓർത്ത് വെക്കണമെന്ന്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചലിച്ച് വെച്ച അമൃതം പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലായി കിട്ടുന്ന ഒരു ചെറിയൊരു കുഴമ്പ് രൂപത്തിലാണ് ആയി കിട്ടുക. അതാ ഇതുപോലെ. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ടിന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കുന്ന ടിന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി. നമ്മൾ കേക്ക് ടിന്നോ പാത്രത്തിലോ നമുക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നെയ്യ് അതിൽ പുരട്ടി കൊടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി പുരട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ A4 ഷീറ്റിൽ നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് സൈഡിൽ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററാണ്, നമുക്കതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് ടിന്നിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാം. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റൊക്കെ വരും. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഓവനൊന്നും ഇല്ലാതെ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ടിന്നയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂറത്തേക്ക് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതിൽ നമ്മൾ കുക്കറിൽ വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ബേക്ക് ആവണം. നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് അതിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാ, നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കത് സൈഡത്തെ അതിൻ്റെ അടിയിലുള്ള ഓയിൽ പേപ്പറൊക്കെ ഒന്ന് പതുക്കെ മാറ്റാം. നമുക്കൊരു പാത്രം വെച്ച് മൂടിയിട്ട് അങ്ങനെ നമുക്കങ്ങനെ എടുക്കാം കേക്ക്.
ഇതാ ഇപ്പോൾ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള നമ്മുടെ സൂപ്പർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിന് താഴ്ഭാഗത്തുള്ള ഓയിൽ പേപ്പറും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നോക്കൂ, നമുക്ക് പ്രസ് ചെയ്താൽ തന്നെ മനസ്സിലാവും എന്ത് സോഫ്റ്റാണ്. കണ്ടോ, അത്രയും സോഫ്റ്റായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ ഇത്ര സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കേക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.